സുനിഷ ഇല്ലൂര് തിരുവനന്തപുരത്തുണ്ട്. അവിടെ ഒരു നഗരത്തിൽ പ്രേക്ഷകർക്കറിയാം കുമാർ കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. തമ്പാനൂർ പണ്ടൊക്കെ ബസ് ഇറങ്ങി അതിനുശേഷം ഈ കുമാർ കഫേയിൽ പോയാൽ 24 മണിക്കൂറും അവിടെ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ആ കുമാർ കഫേയിൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സുനിഷ, ഗുഡ് മോർണിംഗ് സുനിഷ. ഐറ്റങ്ങളൊക്കെ വെട്ടിക്കുറച്ചു എന്നാണ് അറിയുന്നത്. കോഫി ഹൗസിലടക്കം പല സാധനങ്ങളും വെട്ടിക്കുറച്ചു. ചില കോഫി ഹൗസുകളിൽ നിന്ന് ഊണ് ഒഴിവാക്കിയിട്ടുണ്ട്. അവർ ബിരിയാണിയിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ചായയും കാപ്പിയും കഷ്ടിച്ചു കൊടുക്കാൻ പറ്റും. കട്ട്ലറ്റ് അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. കുമാർ കഫയിൽ എന്താ അവസ്ഥ സുനിഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. കുമാർ കഫേയിലും അത് തന്നെയാണ്. അരുൺ പറഞ്ഞതുപോലെ കുമാർ കഫേയിൽ സ്വാഭാവികമായും എല്ലാം ലഭിക്കുന്ന ഒരു കട കൂടിയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഗ്യാസ് പ്രതിസന്ധി വന്നതിന് ശേഷം വിറകടുപ്പിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പല ഐറ്റങ്ങളും ഇങ്ങനെ വെട്ടിക്കുറക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും. നമ്മളൊക്കെ ഇവിടെ വരുമ്പോൾ മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ രാവിലെ കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ അതൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ചൈനീസ് ഐറ്റംസ് എല്ലാം തന്നെ ലഭിക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ്. പക്ഷേ നിലവിലിപ്പോൾ ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി അതും ഒഴിവാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിരവധി വിഭവങ്ങൾ ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ അടുപ്പ് അപ്പുറത്തേക്ക്, അതായത് വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിന്നും ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ എത്തിക്കുന്നതിലും ചില പ്രതിസന്ധികളുണ്ട്. എന്തായാലും ചേട്ടാ, ഒരുപാട് വെട്ടിക്കുറക്കലുകൾ ഉണ്ടായില്ലേ? അതെ, എന്നാലും നമ്മുടെ മാക്സിമം എങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ കിച്ചണിൽ ചെയ്യുന്നുണ്ട്. ചൈനീസ് ഐറ്റങ്ങൾ ചിലത് മാറ്റിയിട്ടുണ്ട്. ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ചില ഐറ്റങ്ങൾ മാറ്റിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയാണ്. അതെ, പ്രതിസന്ധി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചൺ അവിടെ പോയി നോക്കാവുന്നതാണ്. മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതാണ്. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ നിലവിൽ ഈ ഗ്യാസ് അടുപ്പിൽ ചെയ്യേണ്ട ഏതൊക്കെയാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്? ഗ്യാസിലൊന്നും ഇല്ല ഇപ്പോൾ. എല്ലാം അതെ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. എല്ലാം വിറകടുപ്പിലാണ്. ചൈനീസ് അപ്പോൾ പല ഐറ്റങ്ങളും വിറകടുപ്പിലേക്ക് മാറി. വിറകടുപ്പിന് ഒരു പ്രശ്നം വെച്ചപ്പോൾ ചൈനീസൊക്കെ വിറകടുപ്പിൽ ഭക്ഷണം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ സാമ്പാർ ഉപയോഗിക്കാനോ പുട്ടുണ്ടാക്കാനോ ഇഡ്ഡലി ഉണ്ടാക്കാനോ വിറകടുപ്പൊക്കെ ഉപയോഗിക്കാം. ചോറുണ്ടാക്കാനും വിറകടുപ്പ് ഉപയോഗിക്കാം. പക്ഷേ ഈ ചൈനീസ് വിഭവങ്ങൾ വിറകടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. അപ്പോൾ അങ്ങനെ ചില പ്രൊഡക്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മിനിമം മെനുവിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.